പോവും. ഞാൻ എൻ്റെ പ്ലസ് ടു പഠിച്ചുള്ള സമയത്താണ് നമ്മുടെ കൊറോണ സമയം വന്നത്. ഞാൻ എൻ്റെ പ്രിൻസിപ്പാൾ എൻ്റെ സാർമാർ എന്നോട് പറഞ്ഞു, നീ ഉറപ്പായിട്ടും തോറ്റു, നീ പരീക്ഷയ്ക്ക് പാസ്സാകത്തില്ലെന്ന് 100% എന്നോട് പറഞ്ഞു. എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ സ്കൂളിൽ പോയ സമയമാണ്. എൻ്റെ അമ്മയ്ക്കും എനിക്കും അത് നല്ലപോലെ അങ്ങ് വിഷമം എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിഷമമായിപ്പോയി. എനിക്കങ്ങ് മനസ്സിന് വലിയ ഒരു കല്ലെടുത്ത് വെച്ച പോലെ വേദനയായിപ്പോയി. ഞാൻ പഠിക്കുമായിരുന്നു, പക്ഷേ വലിയതായിട്ടൊന്നും പഠിക്കുന്ന ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. ഞാൻ വലിയതായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. എന്നോട് എൻ്റെ പ്രിൻസിപ്പാളും എൻ്റെ ടീച്ചർമാരും, എനിക്ക് വേണ്ടപ്പെട്ട ടീച്ചറും കൂടെ ഞാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങ് ഇടിഞ്ഞു പോയി. അന്ന് വൈകിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നീ ഈ ആവശ്യമില്ലാത്ത രീതിയിൽ ചുമ്മാ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്ക് ഇരുന്ന് നല്ല രീതിയിൽ മാതാവിനോടുള്ള വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തൈലം നെറ്റി പൊഴുത്താനെല്ലാം പറഞ്ഞു തന്ന് ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ പ്ലസ് ടുവിൽ 70% മേളിൽ നല്ല രീതിയിൽ മാർക്കോടെ പാസ്സായി. ഞാൻ ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് ഞാൻ ഒരുപാടെടുത്ത് അഡ്മിഷൻ പോയി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കോളേജൊന്നും എനിക്ക് കിട്ടിയില്ല. അവസാനം എനിക്ക് എൻ്റെ അടുത്ത തന്നെയുള്ളൊരു കോളേജ് മാതാവ് വരെ എനിക്കൊരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഞാനവിടെ ബികോമിന് പഠിച്ചു. പക്ഷേ ബികോമിന് പഠിച്ച സമയത്ത് ഞാൻ പാസ്സായി, പക്ഷേ ഒന്നിനും സപ്ലൈ പോലും ഇല്ലാതെ ഞാൻ എല്ലാത്തിനും പാസ്സായി. പക്ഷേ ബികോമിന് ശേഷം ഞാൻ ഒരുപാട് ജോലികൾ അന്വേഷിച്ചു. ബികോം പഠിച്ചതിന് ശേഷം ബികോം കഴിഞ്ഞിട്ട് വേറെ ഒന്നും പഠിക്കാനല്ലാതെ ഇനി ജോലിക്ക് പോകാനുള്ള വിചാരത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടി ആലോചിച്ചു. പക്ഷേ ജോലിക്ക് പോയിടത്തെല്ലാം എനിക്ക് കിട്ടുന്ന സാലറി 6000, 5000 കുറവുള്ള സാലറി പാക്കേജ് ആയിരുന്നു എല്ലായിടത്തും. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്ന സാലറി ഇത്രയേ ഉള്ളല്ലോ, ഇതിനും നല്ല വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതാണല്ലോ, ഇത്ര പഠിച്ചിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഡിഗ്രിക്ക് 58% മാർക്കുണ്ടായിരുന്നാൽ MBA എന്ന് പറഞ്ഞ കോഴ്സിന് പോകാൻ പാടായിരുന്നു. ഞാനപ്പം ഉള്ളിടത്തെല്ലാം MBA കോഴ്സ് അന്വേഷിച്ച് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു 65% നല്ല മാർക്കുണ്ടെങ്കിൽ 65% മേളിൽ മാർക്കുണ്ടെങ്കിൽ MBAക്ക് കിട്ടുകയുള്ളൂ. അപ്പം എവിടുന്ന് ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്ത് അവിടെ നിന്നെല്ലാം എനിക്ക് റിജക്ഷനാണ് കിട്ടിയേക്കുന്നത്. ഞാനപ്പം MCOMന് നോക്കി. MCOMന് ചെന്നാൽ ഞാൻ ഉദ്ദേശിച്ച കോളേജ് എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നല്ലൊരു കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വിളി വന്നു. DC സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി വാഗമൺ പുള്ളിക്കാനത്ത് എനിക്ക് MBAക്ക് സീറ്റ് ലഭിച്ചു. പക്ഷേ ഞാൻ ചേർന്ന ആ സമയം മുതൽ അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞു, ഇതിന് വരുന്ന കമ്പനിക്കാർ അഥവാ പ്ലേസ്മെൻറ്റ് വരുന്നതെല്ലാം നോക്കുന്നത് 70% മേളിൽ മാർക്കുള്ള കമ്പനികൾ മാത്രമേ നല്ല കമ്പനികൾ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ MBA വെറുതെ പഠിച്ചിട്ട് വെളിയിൽ പോയി പ്ലേസ്മെൻറ്റ് നോക്കാമെന്നായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സ് വീണ്ടും ഇളഞ്ഞു. ഞാൻ അപ്പോൾ ഓർത്ത്, ദൈവമേ എന്നെ ഇവിടെ നീ പരീക്ഷിക്കുകയാണല്ലോ, എല്ലായിടത്തും ചെല്ലുന്നിടത്തെല്ലാം എനിക്ക് അവഗണനയും റിജക്ഷൻ മാത്രമേ ഉള്ളൂ. അമ്മയുടെ കൂടെ ഞാൻ എൻ്റെ അമ്മ പറയുന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ ഇത്രയും ചേർന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ തള്ളി പറയുന്നത്, എന്നെ ഇതുപോലെ ഒറ്റപ്പെടുത്തുന്നതെന്ന് ഓർത്തു. അവസാനം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇതുപോലെ കിട്ടുമെന്ന്. കാരണം കഴിഞ്ഞ 2 മാസം മുന്നേ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്ലേസ്മെൻറ്റ് വന്നു. ആദ്യത്തെ തന്നെ പ്ലേസ്മെൻറ്റിൽ എനിക്ക് കിട്ടി. അത് ഞാൻ ദൈവത്തോട് വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ അമ്മ മാതാവ് കർത്താവ് എനിക്ക് എൻ്റെ കൈ വിട്ടില്ലെന്ന് ഞാൻ പറയാം. അതുപോലെ ഞാൻ എൻ്റെ മനസ്സ് അതുപോലെ നേറിയും വിഷമിച്ചും മുറിഞ്ഞും ഞാൻ ഉറങ്ങാതെ പോലെ ഇരുന്ന ദിവസങ്ങളുണ്ട്. എൻ്റെ റൂമിലുള്ള കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, ദൈവമേ എടാ എനിക്കിത് ജോലി കിട്ടാതാവുമോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത്രയും ലക്ഷം രൂപ മുടക്കി പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടാതായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവർ പറഞ്ഞു, എടാ കിട്ടും, നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. കാരണം എനിക്ക് ആ പാടെ ഇത്ര ശതമാനം മാർക്കേ ഉള്ളായിരുന്നു, ജോലി കിട്ടത്തില്ലെന്നോ എൻ്റെ മനസ്സിൽ. കാരണം പാവം എൻ്റെ അപ്പനും അമ്മയും ജോലി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ എനിക്ക് എൻ്റെ ഇത്രയും പൈസ മുടക്കി ഇവിടെ പഠിപ്പിച്ചു. പക്ഷേ ഇവിടെ നിന്ന് വരുന്ന ഒന്നും കിട്ടത്തില്ലെന്നുണ്ട്. ലാസ്റ്റ് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് നല്ലൊരു കമ്പനി പ്ലേസിലായി. ഞാൻ ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി ജോയിൻ ചെയ്യണം. ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് 6 റൗണ്ട് ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, HR റൗണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ടെസ്റ്റിനെല്ലാം ഞാൻ കയറിയ സമയത്ത് എൻ്റെ അമ്മ അന്ന് ഞാൻ പ്ലസ് 2 പഠിച്ചുകൊണ്ട സമയത്തുള്ള കൈ തന്ന കാശ് രൂപം ഈ തൈലം നെറ്റി പുരട്ടിയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ നമ്മുടെ ഇവിടുന്ന് ലഭിക്കുന്ന ഉപ്പ് എൻ്റെ നാവിൽ ചെറുതായിട്ട് വെക്കും. നാവി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ കൈവിടരുതേ, എനിക്ക് ഓരോ റൗണ്ടിൽ നീ എത്തിക്കണമേ, എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന പ്രാർത്ഥനയോടെയാണ് മുന്നോട്ട് പോയത്. ഈശോയ്ക്കും അമ്മയ്ക്കും വളരെയധികം നന്ദി. പ്രത്യേകിച്ച് എനിക്ക് നല്ലൊരു സ്നേഹമുള്ളൊരു അപ്പനെയും അമ്മയും നല്ലൊരു അനിയനെ കിട്ടിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും അനിയനുമാണ്. അവരിവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം ഈശോയുടെ മുൻപിൽ നന്ദി പറയുന്നു. അവർക്ക് നല്ല ആയുസ്സും ആരോഗ്യം കൊടുത്ത് അവരെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.